ജീവിതത്തിന്റെ ഗതിയില്ലാത്ത ഒരു വല്ലാത്ത ഇരുട്ട് പിടിച്ച കാട്ടുപൊന്തയുടെ വഴിത്താരയിൽ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുവാൻ അമൂല്യമായിരിക്കുന്ന ഒരു സന്ദേശമുണ്ട്. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കാത്തതായ കാര്യങ്ങൾ അപകടങ്ങളായി നിങ്ങളെ തേടിയെത്തുന്നത്? ഒരു തരത്തിൽ രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ഈ നരക കുഴിയിലേക്ക് കാലുകൾ വീണ്ടും വീണ്ടും താണുപോകുന്നത്? എല്ലാം സ്വരുക്കുട്ടി വെച്ചിട്ട് ഒരു നിമിഷം കൊണ്ട് ഒരു കൊടുങ്കാറ്റിന് മുമ്പിൽ എല്ലാം പറന്നു പോകുന്നത്? പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നത്? സമാധാനം എന്തെന്നറിയാൻ കഴിയാത്തതിന്റെ കാരണം അത് കുലമഹിമയുടെ പ്രശ്നമല്ല, വിദ്യാഭ്യാസമില്ലാത്തതിന്റെ പ്രശ്നമല്ല, നിങ്ങൾക്ക് ചിന്താശേഷിയും ആരോഗ്യമില്ലാത്തതിന്റെ പ്രശ്നമല്ല, നല്ല വീട്ടിൽ പിറക്കാത്തതിന്റെ പ്രശ്നമല്ല, ആരും സ്നേഹിക്കാത്തതിന്റെ പ്രശ്നമല്ല. അതിന്റെ ശരിയായിരിക്കുന്ന പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഏക പുസ്തകം വിശുദ്ധ ബൈബിൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ബൈബിളിന്റെ വക്താക്കളായി നിന്നുകൊണ്ട് മഴയും മഞ്ഞും വെയിലും ഒക്കെ ഏറ്റെടുത്ത് ഈ ജനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. എന്താണ് ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്ന ആ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ വിഷയം? അത് മറ്റൊന്നുമല്ല, മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്ക് കാരണമായി തീർന്നിട്ടുള്ളത് അവനിൽ വസിക്കുന്ന പാപമെന്ന് പറയുന്ന കറുത്ത വ്യവസ്ഥയാണ്. പാപമോ? നിങ്ങൾ എന്നായി പറയുന്നത്? ഞാൻ അങ്ങനെ വലിയ കാര്യങ്ങൾ ആരെയും കൊന്നിട്ടില്ല, ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നതെങ്കിൽ സ്നേഹിത, അങ്ങനെയല്ല. പാപമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ പ്രവൃത്തിയിൽ മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതായ ഒരവസ്ഥയല്ല. നിങ്ങൾക്ക് ആഗ്രഹിക്കാത്തതായ സാഹചര്യങ്ങളിലേക്ക്, കുറ്റകൃത്യങ്ങളിലേക്ക്, ദുശീലങ്ങളിലേക്ക്, സ്വഭാവത്തിന്റെ അവസ്ഥകളിലേക്ക് നിങ്ങളെ വഴിതിരിച്ചു കൊണ്ടുപോകുന്നുവെങ്കിൽ, സ്വസ്ഥതയില്ലാത്ത ഹൃദയത്തിന് നിങ്ങൾ ഉടമയായിട്ടുണ്ടെങ്കിൽ, നിരന്തരം ഭയവും മരണത്തിന് ചിന്താഗതികൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ കഴിയാത്ത ഒരു കുടുംബ വ്യവസ്ഥയിലേക്ക് നിങ്ങൾ മാനസികമായിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യം പാപത്തിന്റെ കഠിനമായിരിക്കുന്ന ആക്രമണത്തിൽ നിങ്ങൾ വിധേയപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. അത് മനസ്സിലാക്കിയ സർവശക്തനായ ദൈവം മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് എന്നേക്കുമായി പരിഹാരം വരുത്തുവാൻ വേണ്ടി ഒരുക്കിയതായ ഒരു കർമ്മ പദ്ധതിയായിരുന്നു, പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു എന്ന് പറയുന്ന പുണ്യ മനുഷ്യന്റെ ജനനവും ജീവിതവും മരണവും എന്ന് പറയുന്നത്. യേശു ക്രിസ്തു ജനിച്ച് ജീവിച്ച കാലഘട്ടം, അത് ആ സാഹചര്യത്തിൽ ആ സമൂഹത്തിന്റെ അവസ്ഥ ഏറ്റവും ദയനീയപരമായിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. സമൂഹത്തിന്റെ എല്ലാവിധമായ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ അനുഭവങ്ങൾ താറുമാറാക്കപ്പെട്ട് സമൂഹം രാഷ്ട്രീയപരമായും മതപരമായും സാമ്പത്തികപരമായും മാനസികപരമായും ഒക്കെ വളരെ തകർന്നടിഞ്ഞ ഒരു മാലിന്യത്തിന്റെ കൂമ്പാരത്തിൽ കൂടെ നീന്തി തുടിക്കുന്നതായ ഒരു കാലഘട്ടത്തിൽ അതേ സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നുവെന്നുള്ള വിപ്ലവ കാവ്യത്തിന്റെ വാചകങ്ങൾ ഓതിക്കൊണ്ട് ഭൂതഗണങ്ങൾ ലോകത്തിന് മുമ്പിൽ വിഭാവനം ചെയ്തു. മനുഷ്യന്റെ പ്രശ്നത്തിന് വേണ്ടി പരിഹാരത്തിനായി ഇതാ ദൈവപുത്രൻ അവതരിച്ചിരിക്കുന്നു. ലോകത്തിന്റെ മധ്യസ്ഥാനമായിരിക്കുന്ന പാലസ്തീന്റെ ഒരു ചെറു ഗ്രാമമായിരിക്കുന്ന ബത്ലഹേം, അവിടെ 2023 വർഷങ്ങൾക്ക് മുമ്പ് പിറന്നു വീണ യേശു ക്രിസ്തു എന്ന് പറയുന്ന അതുല്യനായിരിക്കുന്ന വ്യക്തി മനുഷ്യന്റെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രനായിരുന്നു. അവതാര പുരുഷന്മാരുടെ ചരിത്രമെടുത്ത് നമുക്ക് പഠിച്ചു നോക്കാൻ നാം ഒരു ശ്രമം നടത്തിയാൽ ഇവിടെ അവതരിച്ചിട്ടുള്ളതായ അവതാര പുരുഷന്മാരൊക്കെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ക്രയവിക്രയങ്ങളെ മനസ്സിലാക്കി, ജീവിതത്തിന്റെ ഗതിവിഗതികളെ വീക്ഷിച്ചുകൊണ്ട് ഇവിടെ നീതിമാന്മാരെ രക്ഷിച്ചിട്ട് ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് ഒരു മറ്റൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി വന്നുവെന്നാണ് അവതാര പുരുഷന്മാരുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ വിശുദ്ധ ബൈബിൾ അവിടുന്ന് വിഭിന്നമായിരിക്കുന്ന ഒരു ചിന്ത മാനവർക്ക് മുമ്പിൽ വിഭാവനം ചെയ്തു. യേശു ക്രിസ്തു വന്നത് ദുഷ്ടന്മാരെ നിഗ്രഹിച്ചിട്ട് നീതിമാന്മാരെ മാത്രം രക്ഷിപ്പാനായിട്ടല്ല. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിപ്പാൻ അത്രയെന്ന് തിരുവെഴുത്ത് കൃത്യമായി പഠിപ്പിക്കുന്നു. മനുഷ്യന് അകപ്പെട്ടു പോയ പാപം, ആ പാപത്തിന് കനത്ത കോട്ടകളിൽ നിന്നും അവനെ വിമോചിപ്പിക്കുവാൻ ഭൂമിയിൽ അവതരിച്ചവനാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു മനുഷ്യ ജീവിതത്തിൽ നടത്തിയ ഇടപാടുകളുടെ ചരിത്രമാണ് വിശുദ്ധ ബൈബിളിന്റെ പുതിയ നിയമ ഭാഗങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. യേശുവിന്റെ ജീവിത കാലഘട്ടത്തിൽ താൻ നടത്തിയ സാമൂഹിക ഇടപെടലുകൾ ബൈബിളിന്റെ ഓരോ താളുകളിൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവിടുത്തെ മതങ്ങൾ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ തട്ടുകളായി വേർതിരിച്ച് അവർക്കൊക്കെ ഓരോ ദൈവങ്ങളെയും ഒരുക്കി കൊടുത്ത് ഒരു വല്ലാത്ത വിഭിന്നമായ ഒരു മതിൽക്കെട്ടുകൾ ഉയർത്തിപ്പിടിച്ച് ഒരു സാമൂഹിക വ്യവസ്ഥകൾ നിലനിർത്തിയപ്പോൾ യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചതോടുകൂടി ആ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകുകയാണ്. സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ട, ദരിദ്രരായ, ചൂഷണ വിധേയരായ, പീഡിപ്പിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, അവഗണിക്കപ്പെട്ട, നീതി നിഷേധിക്കപ്പെട്ട, സമാധാനമില്ലാതെ ജീവിച്ചിരുന്ന ആളുകളെ നോക്കിക്കൊണ്ട് ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു 2 കരവും വിരിച്ച് ഇങ്ങനെ ഉറക്കെ പ്രസ്താവിച്ചു: അധ്വാനിക്കുകയും ഭാരം ചുമക്കലായുള്ളവരെ
നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. നോക്കുക, മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് അവിടെ തുടക്കം കുറിക്കപ്പെടുകയായിരുന്നു. മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രശ്നം പാപമാണെന്ന് യേശു ക്രിസ്തു തന്റെ പ്രഭാഷണത്തിൽ കൂടെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു. ചെയ്തുപോയ, അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ പാപത്തെ കുറിച്ചുള്ള ബോധം അവർക്ക് ഓർമ്മ വന്നു. പാപങ്ങളെ അവർ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചതോടുകൂടെ പുതിയ പുലരി, ഒരു പുതിയ സമൂഹം മാനവർക്കിടയിൽ ആരംഭിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തുവിന്റെ പ്രവചനത്തെ കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയ യെശയ്യാവ് എന്ന് പറയുന്ന ആ പ്രവാചകൻ രേഖപ്പെടുത്തിയ സൂക്തം അതേപടി ആവർത്തിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന മത്തായി എന്ന് പറയുന്ന പുണ്യമനുഷ്യൻ പറയുന്നത്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഈ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നു. ജീവിതത്തിന്റെ നടവഴികളിൽ ഇരുട്ട് പിടിച്ചതായ സാഹചര്യത്തിൽ കൂടെ പാപത്തിന്റെ കനത്ത ആക്രമണത്തിൽപ്പെട്ട് ജീവിതത്തിന്റെ ഗതി കിട്ടാത്തതായ സാഹചര്യത്തിൽ അകപ്പെട്ട് കിടന്ന മനുഷ്യനെ ജീവിതത്തിന്റെ പൊൻപുരിയിലേക്ക് എത്തിച്ചത്, പ്രകാശപൂരിതമാക്കിയത് യേശു ക്രിസ്തു എന്ന് പറയുന്ന അതുല്യനായിരിക്കുന്ന വ്യക്തിപ്രഭാവമാണ്. സ്നേഹിത, ആ യേശുവിന് താങ്കളുടെ ജീവിതത്തിന്റെ പ്രശ്നത്തെയും പരിഹരിപ്പാനായിട്ട് കഴിയും. നിങ്ങൾ ആശ്രയിച്ച മാധ്യമങ്ങളൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ കഴിയാതെ നിങ്ങൾക്ക് മുമ്പിൽ മരവിച്ചു നിൽക്കുമ്പോൾ, ഇതാ രണ്ട് കരവും നീട്ടി നിങ്ങൾക്ക് വാക്ക് തരുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക്, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശു മനുഷ്യന്റെ ആത്യന്തിക പ്രശ്നമായ പാപത്തിന് പരിഹാരം വരുത്തി. അതെങ്ങനെയായിരുന്നു? തന്റെ കാൽവരി മരണത്തിൽ കൂടെ. താൻ നടത്തിയ ആ യാഗമരണം, താൻ ഏറ്റെടുത്ത ആ ബലിമരണം മനുഷ്യന്റെ വിമോചനത്തിന് കാരണമായി ആണ്. സ്നേഹിത, നരബലിയോ മൃഗബലിയോ മദ്യമോ മരുന്നോ മന്ത്രമോ മതമോ മറ്റേതാശയമോ താങ്കൾക്കൊരിക്കലും ജീവിതത്തിന് ശാന്തിയും സമാധാനവും തരികയില്ല. എന്താണ് അതിന് കാരണം? പാപമെന്ന് പറയുന്ന കനത്ത രോഗാണു നിങ്ങളുടെ ആത്മാവിൽ കുടികൊള്ളുന്നിടത്തോളം കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കൈവരിക്കപ്പെടാൻ കഴിയുകയില്ല. ആ രോഗാണുവിനെ നിങ്ങളുടെ ആത്മാവിലും തുടച്ചു നിൽക്കുവാൻ, നിങ്ങളുടെ രക്തത്തിൽ നിന്നും ഇല്ലാതാക്കുവാൻ പവിത്രമാക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ രക്തം സകലവിധ പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സ്നേഹിതരെ, നിങ്ങൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ അകപ്പെട്ട് കിടക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. നിങ്ങൾ അന്വേഷിച്ച വഴികളെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെട്ടു നിൽക്കുകയാണെങ്കിൽ, എന്റെ ജീവിതത്തെ അനുഭവത്തെ സാക്ഷ്യമാക്കി ചരിത്ര വ്യവസ്ഥയുടെയും വിശുദ്ധ വേദവചനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് തരുന്നു, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തരാൻ യേശു ക്രിസ്തുവിന്